യോഗി ആദിത്യനാഥിന്റെ യു.പിയിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ മരണം മറച്ചുവച്ചിരിക്കുകയാണ്. യു.പി ഗവൺമെന്റും ഗോഡി മീഡിയയും ചേർന്നാണ് ഈ മരണങ്ങൾ മൂടിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം മെയ് 3 മുതൽ കഴിഞ്ഞ 4 ആഴ്ചയായി ശക്തമായ ഉഷ്ണതരംഗമാണ് യു.പിയിൽ അനുഭവപ്പെടുന്നത്. ശക്തമായ ചൂടിൽ അതിൽ തന്നെ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ, കഴിഞ്ഞ 4 ആഴ്ചയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുന്ന ദിവസം യു.പിയിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അശോക് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ദിവസം 1600 ആളുകൾ മരണപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായി 4 ദിവസം ശക്തമായ ഉഷ്ണതരംഗം യു.പിയിൽ ഉണ്ടായതായി ഇന്ത്യൻ ശാസ്ത്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് 8600 ആളുകൾ വരെ മരണപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ യു.പി ഗവൺമെന്റിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഇതുവരെ വെറും 36 ആളുകൾ മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മരണങ്ങൾ മറച്ചുവെക്കുന്നത് എന്നല്ലേ? അതെ, ആശുപത്രിയിൽ വരുമ്പോൾ മരണം റിപ്പോർട്ടുമായി ഉഷ്ണതരംഗമേറ്റ് മരണപ്പെട്ട ആളുകൾ, സൂര്യാഘാതമേറ്റ് മരണപ്പെട്ട ആളുകൾ വരുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടണം. സൂര്യാഘാതമേറ്റാണ് മരണപ്പെട്ടതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടണം. എന്നാൽ മാത്രമാണ് NDRFന്റെ ഫണ്ട് ലഭിക്കുകയുള്ളൂ. 4 ലക്ഷം രൂപയാണ് സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത്. ഈ ഫണ്ട് നൽകാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഗവൺമെന്റ് നോക്കുന്നത്. ഇത്രയും വലിയൊരു മരണസംഖ്യ മറച്ചുവെക്കുക എന്ന ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് എഴുതിയാൽ മാത്രമാണ് ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ. എന്നാൽ ആശുപത്രിയിൽ വരുന്ന ആളുകൾ കിഡ്നി ഫെയിലുവർ, ഹൃദയാഘാതം എന്നീ കാരണങ്ങൾ കൊണ്ടാണ് എത്തുന്നത്. ശക്തമായ ചൂടാണ്. ഏകദേശം 8 മണിക്കൂറോളം കറണ്ട് തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് യു.പിയിൽ. ഈ അവസ്ഥയിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ സയന്റിസ്റ്റാണ് അശോക് ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് കഴിഞ്ഞ 1 മാസത്തിനിടെ ശക്തമായ 5 ദിവസമാണ് ശക്തമായ ഉഷ്ണതരംഗം യു.പിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചുരുങ്ങിയത് ഒരു ദിവസം 1600 ആളുകൾ തന്നെ മരണപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അതനുസരിച്ച് 8000 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഷ്യവും ഗോഡി മീഡിയയും ചേർന്ന് എല്ലാം മറച്ചു വയ്ക്കുകയാണ്. അവർ പറയുന്നത് 36 ആളുകൾ മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ്. നമുക്കറിയാം, കൊറോണ സമയത്ത് യാതൊരുവിധ കണക്കിൽപ്പെടാതെയും ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ഗംഗയിൽ ഒഴുക്കിയവരാണ് ഈ ഫാസിസ്റ്റുകൾ. അവർ ഇപ്പോൾ മനുഷ്യരോട് കൃത്യമായ അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.